പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ ആ മന്ത്രിസഭയുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഒരല്പം വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ മന്ത്രിസഭയുടെ സ്വഭാവം, ആ മന്ത്രിസഭയുടെ അംഗങ്ങൾ ആരൊക്കെ, അവരുടെ ആർജവം, അവരുടെ ഇച്ഛാശക്തി, അതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം അധികാരം കയ്യിലില്ലാത്ത CPM-നെയാണ് ഇനി ആ ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാര്, ആ മന്ത്രിസഭയിലെ മന്ത്രിമാരാരൊക്കെ, അവരുടെ അനുഭവ സമ്പത്ത്, അതൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതൊന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടുത്ത സർക്കാരിൽ മുഖ്യമന്ത്രിയായി വിഭാവനം ചെയ്യുന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള പരിചയസമ്പന്നത, ഭരണത്തിലിരുന്നുള്ള അദ്ദേഹത്തിനുള്ള പരിചയം, പാർട്ടിയിലെ KPCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പരിചയം, അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ ഉള്ള പരിചയം ഏറ്റവും കൂടുതലുള്ള ആൾ രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്നാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. അത് കാര്യകാരണസഹിതം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ, ആദ്യം നമ്മൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ നമ്മളൊന്ന് എടുക്കുക. ഈ മന്ത്രിമാരാരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2006 മന്ത്രിസഭയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. LDF-ൻ്റെ 2006 മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ VS അച്യുതാനന്ദനായി. ആ മന്ത്രിസഭയിൽ അംഗങ്ങളാരായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ആയിരുന്നു. ധനകാര്യമന്ത്രി, ധനകാര്യ വിദഗ്ധനായിട്ടുള്ള TM തോമസ് ഐസക് ആയിരുന്നു. വനം മന്ത്രി ബിനോയ് വിശ്വമായിരുന്നു. റവന്യൂ മന്ത്രി KP രാജേന്ദ്രനായിരുന്നു. കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരനായിരുന്നു. അങ്ങനെ ഏറ്റവും സീനിയറായിട്ടുള്ള, പരിചയസമ്പന്നരായിട്ടുള്ള കുറേ ആളുകളാണ് അന്ന് ആ ഗവൺമെൻറ് നേതൃത്വം. അച്യുതാനന്ദൻ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, ലെജൻഡറി ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു അച്യുതാനന്ദൻ. അതായിരുന്നു അന്നത്തെ മന്ത്രിസഭ. ഇപ്പോൾ 2026 വരാൻ പോകുന്ന മന്ത്രിസഭ നമ്മളൊന്ന് വിഭാവനം ചെയ്ത് നോക്കൂ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരുന്നൊരു മന്ത്രിസഭയാണെങ്കിൽ അതിലൊരു പക്ഷേ ധനകാര്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ആൾ VD സതീശനായിരിക്കാം. VD സതീശനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നല്ല കഴിവുള്ള ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. അദ്ദേഹം ഇതിനു മുമ്പ് മന്ത്രി ആയിട്ടില്ല. ആദ്യമായിട്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. പക്ഷേ താരതമ്യേന ധനകാര്യ മേഖലയെക്കുറിച്ചിട്ട് നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റുള്ള ഒരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും, ഒരുപക്ഷെ മന്ത്രിയായാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അദ്ദേഹം വനം മന്ത്രി ആയിട്ടുണ്ട്, റവന്യൂ മന്ത്രി ആയിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിച്ച് അദ്ദേഹം ഇനി സ്പീക്കറായി പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ഒരാൾ K മുരളീധരൻ കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലീഡറാണെങ്കിലും ഭരണപരിചയം വളരെ കുറവാണ്. 6 മാസക്കാലമാണ് ആകപ്പാടെ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത്. അദ്ദേഹമാണ് വേറെ മന്ത്രിയാവാൻ സാധ്യതയുള്ളത്. പിന്നെ മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ കാട്ടാക്കടയിൽ നിന്ന് ജയിക്കുന്ന നേതാവാണ്. അദ്ദേഹം നാടാർ വിഭാഗത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം വരിക. പക്ഷേ അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാൻ കഴിയില്ല. പിന്നെ മന്ത്രിയാവാൻ സാധ്യതയുള്ളത് PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ് ആദ്യമായിട്ടാണ് മന്ത്രിയാവാൻ പോകുന്നത്. അദ്ദേഹത്തിനും ഭരണപരിചയമില്ല. പ്രായത്തിലും അദ്ദേഹം ചെറുപ്പമാണ്. പിന്നുള്ള ഒരാൾ, വനിതകളിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ കൊല്ലത്തുനിന്ന് ജയിക്കാനിടയുള്ള ബിന്ദു കൃഷ്ണയാണ്. അവർക്കും ഭരണപരിചയമില്ല. പിന്നെ ഒരു പക്ഷേ മാത്യു കുഴൽനാടൻ മന്ത്രിയായേക്കാം. കഴിവുള്ള ചെറുപ്പക്കാരനാണ്, പക്ഷേ ഭരണപരിചയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ.
പിന്നെ മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ എന്ന് പറയുന്ന RMPയിലെ പിന്നെ CP ജോണാണ്. മറ്റൊരാൾ ഷിബു ബേബി ജോണാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ഒരുപക്ഷെ മോൻസ് ജോസഫ് ആയിരിക്കാം. അപ്പം ഈ മന്ത്രിസഭയുടെ ഒരു സ്വഭാവം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? പരിചയസമ്പന്നർ, തുലവും കുറവ്, അങ്ങനെയുള്ളൊരു മന്ത്രിസഭയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഒരുപക്ഷെ രമേശാണ് മന്ത്രിസഭയെ നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ രമേശിനായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭരണപരിചയം ഉണ്ടാവുക. പക്ഷേ ഭരണപരിചയമുള്ള മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. ബാക്കി മന്ത്രിമാർക്കെല്ലാം ഭരണപരിചയം കുറവാണ്. ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ദുർബലമായിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് വരാൻ പോകുന്നത് എന്നത് പിന്നെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം CPMൻ്റെ അവസ്ഥ എന്താ? പ്രതിപക്ഷത്ത് നിൽക്കുന്ന CPM അധികാരം മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ ദയനീയമായി പരാജയപ്പെടാനുള്ള സാധ്യത പോലും നമുക്ക് കാണാൻ കഴിയുന്നു. ആ പാർട്ടിയിൽ വലിയ തോതിൽ തമ്മിലടിയിലേക്ക് ആ പാർട്ടി പോകാനുള്ള സാധ്യതയും വളരെ വലുതാണ്. ആ പശ്ചാത്തലത്തിൽ ആ തമ്മിലടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ സർക്കാരിനെതിരായിട്ട് എന്ത് ചെയ്യാനും അവർ മടിക്കില്ല എന്ന് നമ്മൾ വിലയിരുത്തണം. ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ മടിക്കില്ല, കലാപമുണ്ടാക്കാൻ മടിക്കില്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുപക്ഷെ മടിക്കില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ മുതൽ ഷുക്കൂർ മുതൽ പിന്നെ ശരത് ലാൽ കൃപേഷ് മുതൽ ഷുഹൈബ് മുതൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടല്ലോ. അതൊക്കെ തുടരാൻ ഇനി സാധ്യതയുണ്ട്. 10 വർഷം അധികാരത്തിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നില്ല, കാരണം അധികാരത്തിൽ ഇരിക്കുകയായിരുന്നു. ഇനി പ്രതിപക്ഷത്തേക്ക് പോവുകയാണ്. പക്ഷേ ഇനി പ്രതിപക്ഷത്തേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ? എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സർക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വലിയ തോതിൽ ആശങ്ക അവർക്കുണ്ടാക്കും. എന്ത് ചെയ്യാനും അവർ മടിക്കില്ല. വികസനത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ ഇനി അവർ എടുത്ത് പരണത്ത് വെച്ചിട്ട് ചുവന്ന കൊടിയുമായി അവർ എന്ത് വികസന പ്രവർത്തനം നടന്നാലും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനി രംഗത്തിറങ്ങും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലമായി സമരമില്ലായിരുന്നു. വികസനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് എന്ത് വികസനം വന്നാലും അതിനെ എതിർക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. വിഴിഞ്ഞത്തെ എതിർത്തു, ഗെയിൽ പൈപ്പിനെ എതിർത്തു, എല്ലാത്തരം വികസനങ്ങളെയും എതിർത്ത്, മെട്രോ റെയിലിനെ എതിർത്തു, കണ്ണൂർ വിമാനത്താവളത്തിനെ എതിർത്തു. അങ്ങനെ എതിർത്തിരുന്നവർ അധികാരത്തിൽ വന്നപ്പോൾ എന്തായി? ഇതിൻ്റെ എല്ലാം അപ്പോസ്തലന്മാരായി മാറി. വിഴിഞ്ഞത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറി, വിമാനത്താവളത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറി, മെട്രോ റെയിലിൻ്റെ അപ്പോസ്തലന്മാരായി മാറി, ഗെയിൽ പൈപ്പിൻ്റെ അപ്പോസ്തലന്മാരായി മാറി. ദേശീയപാതയെ ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്നവരാണിവർ പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. പക്ഷേ അധികാരത്തിൽ വന്നപ്പം അവർ ദേശീയപാതയുടെ ആളുകളായി മാറി. ഇനി നമ്മൾ നോക്കിക്കോളൂ, ഇനി അവർ പ്രതിപക്ഷത്തിലേക്ക് പോകുന്ന ആ നിമിഷം മുതൽ ഇവർ വികസനം വിരുദ്ധരാവും. എന്ത് വികസനം കേരളത്തിൽ നടന്നാലും അതിനെ എല്ലാവരെയും അവരെതിർക്കും. കഴിഞ്ഞ 10 വർഷമായി CITUകാരൊന്നും രംഗത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി നോക്കിക്കോളൂ, ഇനി CITUകാർ രംഗത്തേക്ക് വരും. 10 വർഷക്കാലം അവർ ഭരണത്ത് വെച്ചിരുന്ന ചുവന്ന കൊടി അവർ ഇനി തോളത്തേക്ക് എടുത്തു വെച്ചിട്ട് ഏത് വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നാലും അതിനെതിരായിട്ട് അവർ രംഗത്ത് വരും. UDFൻ്റെ മന്ത്രിമാർക്കെതിരെ ഇല്ലാത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അവർ രംഗത്ത് വരും. അവർ ലൈംഗിക പീഡന കേസുകളുമായി രംഗത്ത് വരും. അവരില്ലാത്ത അഴിമതി കേസുകളുമായി രംഗത്ത് വരും. ആ നിലയിൽ UDF സർക്കാരിന് ഒരു ദിവസം പോലും സ്വസ്ഥമായി ഭരിക്കാൻ കഴിയാത്ത അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ മറുഭാഗത്തുള്ളത് നിർഭാഗ്യവശാൽ ദുർബലമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിചയസമ്പന്നർ ആ ഗവൺമെൻറ്റിലില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയൊരു ന്യൂനതയാണ് ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ആ വരാൻ പോകുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ഇച്ഛാശക്തിയോടുകൂടി, വളരെ ആർജവത്തോടുകൂടി CPMൻ്റെ ഈ കുൽസിത നീക്കങ്ങളെ എതിർക്കാനുള്ള ഇച്ഛാശക്തി ആ ഗവൺമെൻറ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ ഗവൺമെൻറ് കാലാവധി തീർക്കാൻ ഇവരനുവദിക്കില്ല. എന്നാൽ UDF ഗവൺമെൻറ്റിന് ആർജവത്തോടുകൂടി പ്രവർത്തിക്കാം എന്നുള്ളതിന് തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ മുഖത്ത് 51 വെട്ടി ദാരുണമായി കൊന്ന കേസിൽ കുറേയേറെയെങ്കിലും CPM നേതാക്കന്മാരെ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അന്ന് 2011-2016 UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞു.
അതിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്തിട്ടുള്ളത് ഏറ്റവും ആർജവമായിട്ടുള്ള നിസ്തുലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിച്ച പോലീസ് സംഘം അവർ അതിസാഹസികമായി പോയി ആ പ്രതികളെല്ലാം പിടിച്ചത്. അതുപോലെ തന്നെ സമയബന്ധിതമായി അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോയത്. ആ സമയത്ത് എനിക്കൊന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരം. 2014 ആ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇത്ര പെട്ടെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നൊരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ ഈ CPM RSS രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ കൊടുത്ത് ഒത്തുതീർന്ന് പോകുന്ന സാഹചര്യമായിരുന്നെങ്കിൽ അത് മാറി PK കുഞ്ഞനന്ദൻ മുതൽ ഒരു 3-4 CPM നേതാക്കന്മാർക്കെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അന്നത്തെ ആ സർക്കാരിനും ആ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞു എന്നത് ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും UDA സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടും കാണിക്കാൻ തുനിഞ്ഞിറങ്ങാൻ പോകുന്ന ഈ CPMനെ പാഠം പഠിപ്പിക്കാനുള്ള ആർജവവും ഇച്ഛാശക്തിയും ഈ അടുത്ത് വരാൻ പോകുന്ന ഗവൺമെൻറ് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ ഈ കുമാരകേരൻ അന്വേഷിക്കാനുണ്ട്. അഴിമതികൾ എത്ര ഞാൻ എൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഒരു പിടി അഴിമതി കേസുകളുണ്ട്. വലിയ തോതിലുള്ള അഴിമതിയാണ് ഇവർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ളത്. ഇവർ നടത്തിയിട്ടുള്ള ഭൂമി കയ്യേറ്റങ്ങൾ, ഇവർ നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതൊക്കെ തന്നെ സമയബന്ധിതമായി ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും അന്വേഷിക്കാനുള്ള ഒരു ധൈര്യം UDA സർക്കാർ കാണിക്കണം. അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ ഈ UDA സർക്കാരിനെ എടുത്ത് വലിച്ചെറിയാൻ തക്ക തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു ലീത്താലിറ്റിയുള്ള CPM ആയിരിക്കും ഇനി ഇവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർക്ക് ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിഷലിപ്തമായിട്ടുള്ള CPM ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഇച്ഛാശക്തിയോടുകൂടിയും ആർജവത്തോടുകൂടിയും അടുത്ത UDA സർക്കാർ പ്രവർത്തിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക.